എൻ്റെ വീട്ടിൽ ഞാൻ വളർന്നു വന്ന അന്തരീക്ഷത്തിൽ അച്ഛൻ ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിരുന്നുവെങ്കിലും അങ്ങനെ ഒരു വലിയ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ കുടുംബങ്ങളിലൊക്കെ കാണുന്ന പോലുള്ള അങ്ങനെ ഒരു അന്തരീക്ഷമൊന്നും അല്ലായിരുന്നു. ഒരു ആബ്സെൻസ് ഓഫ് ദ ഫാദർ മോസ്റ്റ് ഓഫ് ദ ടൈം എന്നുള്ളതായിരുന്നു, വിച്ച് ആക്ച്വലി മെൻറ്റ് മോർ ഫ്രീഡം. ബട്ട് ദർ വർ ലോട്ട് ഓഫ് ബുക്സ് ആൻഡ് വായിക്കാൻ ധാരാളം ഒരു അവസരം ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അപ്പം അതിലൂടെയൊക്കെയാണ് എൻ്റെ ഒരു സെൻസിബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഈ പാർട്ടി പോളിറ്റിക്സ് അന്നും ഇന്നും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇറ്റ് ഈസ് എൻ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ. പൊളിറ്റിക്സ് ഹസ് ബിക്കം ജസ്റ്റ് പാർട്ടി പോളിറ്റിക്സ്. ഈവൻ നമ്മളതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ പൊളിറ്റിക്സ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ പാർട്ടിയുടെ ഒരു ലൈനിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരിക എന്നുള്ളത് വലിയ നിർഭാഗ്യകരമാണ്. എല്ലാം സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. ഇടത് വലത് എന്നൊക്കെ വളരെ ചൈൽഡിഷായിട്ടുള്ള ഡിനോമിനേഷൻസ് അതിനിടയിലൊക്കെ പെട്ടിരിക്കുകയാണ്. ആക്ച്വൽ പൊളിറ്റിക്സ് എന്നുള്ളത് മനുഷ്യനെയും സമൂഹത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ കലയിലൂടെ പുറത്ത് വരുന്നുണ്ട്. അത് BJP ആണോ കോൺഗ്രസ് ആണോ CPM ആണോ എന്നുള്ളത് ഈസ് മൈ ലീസ്റ്റ് ഇൻട്രസ്റ്റ്. അത് ടൈംലെസ് ആയിട്ടുള്ള വാല്യൂസിനെയാണോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അത് എംപത്തറ്റിക് ആണോ എന്നൊക്കെയാണ് പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു. That fueled, I mean, such a view, of course, yeah. ഇല്ല ഒരിക്കലും ഇല്ല. അങ്ങനെ ആശങ്കകളൊന്നുമില്ല. എന്തിനാ അങ്ങനെ ആശങ്ക? ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ അല്ല എന്നുള്ളത്. ഇതൊരു നല്ല ഇൻസ്റ്റൻസ് ആണ്. ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ BJP നേതാവായ O രാജഗോപാലിൻ്റെ എന്ന് പറഞ്ഞ് പോലും എഴുതിയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ ചില ഡിസ്കഷൻസിലൊക്കെ അത് വന്നിരുന്നു. I don't know, people are very, they have their own agendas. അത് നേരെ തിരിച്ചൊരു ബർഡൻ ആകുന്നുണ്ടോ? അതായത് പ്രതീക്ഷകളുടെ ഒരു ഭാരം വരുന്നുണ്ടോ? എഗെയിൻ ഈ സെയിം ഈ ഒരു തീമാറ്റിക് ആയിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലോ, ഞാൻ അതിന് ശേഷം ചെയ്ത സിനിമകളൊന്നും അങ്ങനെ ഒരു ബാധ്യതയോടുകൂടി ചെയ്തൊന്നുമില്ല. ഒരേ കടൽ അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഫോർ ഇൻസ്റ്റൻസ് ഇത്തരം വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്റ്റ്, വളരെ പൊളിറ്റിക്കലായിട്ടുള്ള പല വിഷയങ്ങളും, സ്ത്രീകളുടെ വിഷയങ്ങളായാലും എടുക്കുന്നത്. അപ്പോൾ ഈ എടുക്കുമ്പോൾ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു പൊളിറ്റിക്സ് എന്താണ്? അല്ല, അത് ഒരു ഒറ്റ വാചകത്തിൽ ഇതാണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് വളരെ നുവാൻസ്ഡും വളരെ കോംപ്ലക്സും ഒരു വാചകത്തിൽ പറയാൻ പറ്റാത്തത് കൊണ്ടൊക്കെയാണല്ലോ ഇത് സിനിമകളായി വരുന്നത്. പല പല ഭാവങ്ങൾ അതിനുണ്ട് അല്ലേ. ബട്ട് അൾട്ടിമേറ്റ്ലി മനുഷ്യനെ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ എംപത്തറ്റിക്കായി ജീവിക്കാനും സമൂഹം മുൻവിധികളില്ലാതെ മുമ്പോട്ട് പോകാമെന്നൊക്കെ ആയിരിക്കണം അതിൻ്റെ ഒരു അടിസ്ഥാന ചോദന. ബട്ട് ദെൻ ഇറ്റ് ഈസ് വെരി ലെയർഡ്. നാടകമാണത്. അതെ, വലിയൊരു സൂപ്പർ ഹിറ്റാണ്. ഐ തിങ്ക് സോ. അത് സിനിമയായിട്ട് വന്നപ്പോഴത്തേക്ക് അത്തരം ഒരു അംശം വന്നില്ല എന്നുള്ളൊരു തോന്നുന്നു. അതെന്താണ്? അത് പ്രേക്ഷകരാണ് പറയേണ്ടത് എന്താ വരാതിരുന്നത്. ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇറ്റ് വാസ് നോട്ട് എ പ്രോജക്റ്റ് ഐ ഷുഡ് ഹാവ് ഡൺ എന്നെനിക്ക് തോന്നുള്ളൂ. അതിൽ കൂടുതൽ ഇനി അത് അനലൈസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതൊരു മെലോ ഡ്രാമയുടെ ഒരു ഇതിൽ നിന്നും ലെവലിൽ നിന്നും അത് ഉയർന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരുന്നില്ല അത് ഉദ്ദേശിച്ചിരുന്നത്. നാടകം ഹിറ്റായത് അതിൻ്റെ പ്രേക്ഷകർ അതാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ആ ലെവലിലുള്ള ഒരു എൻജോയ്മെൻറ്റ് ഉത്സവപ്പറമ്പുകളിലും ഇതുപോലുള്ള നാടക സൊസൈറ്റികളിലൊക്കെ കാണുമ്പോൾ അത്രേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിലുള്ള സിനിമ വേറെയായിരുന്നു. സ്പെസിഫിക്കലി അതിനെക്കുറിച്ചല്ല, പക്ഷേ ജനറലി ഓരോ ഫിലിം കഴിയുമ്പോഴും അത്തരം ഒരു തിരിഞ്ഞു നോട്ടം നടക്കാറുണ്ടോ? ഒരു പോസ്റ്റ്മോർട്ടം തിരിഞ്ഞു നോട്ടം ഇല്ല. എനിക്ക് എൻ്റെ സിനിമകൾ തിരിച്ച് കാണുന്നത് ഇഷ്ടമല്ല. കാരണം അതിലെ ഓരോ മൊമെൻറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം പലത് അതങ്ങനെ ചെയ്യായിരുന്നു, അവിടെ കോംപ്രമൈസസ് ഉണ്ട്, ഞാനിങ്ങനെ. സോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് എക്സ്പീരിയൻസ്. സോ യു ഡോണ്ട് ഗോ ബാക്ക്. നോട്ട് ജസ്റ്റ് അബൌട്ട് കല്ലുകൊണ്ട് പെണ്ണ്, ബട്ട് എവറിത്തിങ് എൽസ് ഐ നോ വെയർ ഐ ഫെയിൽഡ്, ഓൾ ദാറ്റ്. ഏതാണ് ഏറ്റവും എന്താ ബെസ്റ്റ് ക്രിയേഷൻ ആയിട്ട്? അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. There are some dear ones because of the way it was made and the kind of moments we had created at that. അങ്ങനെയൊക്കെയുള്ള സിനിമകളല്ലാതെ ഒരു മികവിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. എല്ലാത്തിലും മികവില്ലായ്മയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്.
മറ്റൊരു ഫിലിം ലെറ്റ്സ് താങ്കളുടേതല്ലാത്ത മറ്റൊരു സിനിമ വരുന്ന സമയത്ത് ഐ കുഡ് ഹാവ് ഡൺ ദിസ്, ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് ഇൻ എ ബെറ്റർ വേ. ഞാനൊരു ഫിലിം മേക്കറിൻ്റെ ഒരു ഫിലിമിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. ബെറ്റർ വേ എന്നല്ല, I mean, if I had liked that story and everything, the director was successful enough to communicate that effectively എന്നല്ല അതിനർത്ഥം. അതുകൊണ്ട് അത് ബെറ്ററായി ചെയ്യാമായിരുന്നു എന്നും അങ്ങനെയൊന്നും അല്ല തോന്നാറില്ല. ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്, കോണ്ടംപററി ആയിട്ടുള്ളതും പുതിയ ആൾക്കാരുടെയും ഒക്കെ. താങ്കൾ വരുന്ന സമയത്തേക്ക് മലയാളത്തിൽ ഒരു എന്താ അരവിന്ദൻ യുഗം ഏതാണ്ടല്ല കഴിഞ്ഞു. അടൂർ യുഗത്തിൻ്റെ ഒരു ടുവേഴ്സ് ലാസ്റ്റ് ഫേസ് ആണ്. ഷാജി സാറിൻ്റെ മാത്രമാണ് ഒരു പക്ഷേ കുറച്ചെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഈ ന്യൂ ഏജ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ആർട്ട് ഹൗസിൻ്റെ തന്നെ ഒരു പുതിയ തരം ആർട്ട് ഹൗസ്, പത്മരാജനൊക്കെ കഴിഞ്ഞ് വരുന്നൊരു ആർട്ട് ഹൗസ്, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അത് ഏതെങ്കിലും തരത്തിലൊരു അതിൻ്റെ ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഐ ഹോപ്പ് നോട്ട്. ഞാൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. അത് വളരെ ഡിമാൻഡിങ് ആണ്. ഞാൻ സെറ്റ് ചെയ്യുന്ന, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. സോ അത് ഓരോ പ്രാവശ്യം ഡിഫിക്കൽട്ടാണ്. ഈ പറഞ്ഞ പോലെ ഇറ്റ് ബീയിങ് എ ബിസിനസ് പ്രോജക്റ്റ് ആസ് വെൽ. അതല്ലാതെ ഇപ്പോൾ ഇന്ന ക്ലബിൻ്റെ ഭാഗമാണ് ഞാൻ, ഐ ഹാവ് ടു ആക്ട് ദാറ്റ് വേ എന്നുള്ള തിങ്കിങ് എനിക്കില്ല. ഓരോ പ്രമേയത്തിനും ആവശ്യമുള്ള ഒരു ശൈലി സ്വീകരിക്കുന്നതാണ് ഓരോ സിനിമയിലും. അത് ചോദിക്കുന്നത് ഈ ആർട്ട് ഹൗസ് ഫിലിം മേക്കിങ്ങിൽ തന്നെ ചില എന്താ ക്ലബ്ബുകൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ക്ലബ്ബുകളല്ലാതെ ഒരാൾ വരുന്നു അല്ലെങ്കിൽ താങ്കൾ ഒരു പുതിയ ക്ലബിലേക്ക് ആഡ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത്, ആ സമയത്ത് ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരു ആർട്ട് സിനിമയാണെങ്കിൽ അരവിന്ദനും അടൂറും ആണ്, പരമാവധി പോയാൽ ഷാജിയും കരുൺ വരെ ആകാം എന്ന് വിശ്വസിക്കുന്ന ഒരു സമയത്താണ് അഗ്നിസാക്ഷി വരുന്നത്. അല്ലെ, ക്ലബ്ബുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു തമാശ ഓർമ്മ വന്നത്. വുഡി ആലൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള തമാശയാണ്, ഐ ഡോണ്ട് വോണ്ട് ടു ബിലോങ് ടു ദ ക്ലബ് വിച്ച് വുഡ് ടേക്ക് മീ ആസ് എ മെമ്പർ എന്ന് പറഞ്ഞ ഒരു ഡയലമ്മയാണ് പൊതുവേ ഞാൻ അനുഭവിക്കുന്നത്. ദിസ് ഈസ് പ്രോബ്ലി ദ ഓൺലി ക്ലബ് ദാറ്റ് വുഡ് ടേക്ക് മീ ആസ് എ മെമ്പർ ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബിലോങ് ടു ദാറ്റ്. But then, you know, you are basically captivated by some story you read, some play you read, or some movies you watched. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇതെല്ലാം നടന്നു പോകുന്നത്. അല്ലാതെ ഐ ഡോണ്ട് കെയർ ഹു ആർ വിത്ത് മീ ഇൻ ദ സെയിം ലൈൻ. ഇസ് ഇറ്റ് ദാറ്റ് സിമ്പിൾ? എൻ്റെ അറിവില്ലായ്മ കൊണ്ടുള്ള ചോദ്യമാണ്. ഇസ് ഇറ്റ് ദാറ്റ് സിമ്പിൾ? കാരണം മലയാളത്തിൽ ആർട്ട് ഹൗസ് ഫിലിം മേക്കിങ്ങുമായിട്ട് നിൽക്കണമെങ്കിൽ താങ്കൾക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ടാകണം അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യണം, അങ്ങനെ യു ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്? നോ, യു സിംപ്ലി ഹാവ് ടു ബി ഗുഡ്. ഐ മീൻ ഇത്രയേ ഉള്ളൂ. അതിൽ അൾട്ടിമേറ്റ്ലി ആരുടെയും റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങിച്ചിട്ടൊന്നുമല്ലോ ഫിലിം വ്യൂവേഴ്സും റൈറ്റേഴ്സും ആളുകൾ എൻജോയ് ചെയ്യുന്നത്. ഇപ്പം ടെലിവിഷനിലൂടെ ഞാൻ ആരുടെയും അസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിനിമയിൽ എനിക്കൊരു ഗോഡ് ഫാദർ ഒന്നുമില്ല. ഇറ്റ്സ് പ്യുവർലി ബിക്കോസ് ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി വയ ടെലിവിഷൻ ടു ക്രിയേറ്റ് സം ഓഫ് ദ നൈസ് സ്റ്റോറീസ് വിച്ച് പീപ്പിൾ ലവ്ഡ്. And producers automatically came and they asked me if I could do this. അപ്പോൾ ഞാൻ അഗ്നിസാക്ഷി ഒരു ടെലിവിഷന് വേണ്ടിയിട്ടുള്ള ഫിലിമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിനെ സിനിമയുടെ ഇതിലേക്ക് മാറി. ദെൻ ഇറ്റ് ഹാഡ് സം ഇഷ്യൂസ്. ആ ഒരു ഗ്യാപ്പിലാണ് കല്ലുകൊണ്ട് പെണ്ണ് പോലുള്ളൊരു പ്രോജക്റ്റിൽ ഇത് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ജേണി പോയി. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഒരു ഗോഡ് ഫാദർ ക്യാൻ, വെൽ ഇറ്റ് ക്യാൻ പ്രോബ്ലി ഹെൽപ്പ് യു ടു സം എക്സ്റ്റെൻറ്റ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് പ്രേക്ഷകരുടെ ഒരു അനുവാചകന്റെ ഒരു ടെസ്റ്റ് ആണല്ലോ നമുക്ക് മുന്നിലുള്ളത്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് രണ്ട് അപ്രോച്ച് ഉണ്ട്. ഒന്ന്, നമ്മൾ പ്രേക്ഷകന് എന്ത് വേണമോ അത് കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്. രണ്ട്, അതല്ല അവരുടെ ടേസ്റ്റിന് ഒരു പടി മുന്നോട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് കയറ്റാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നൊരു അപ്രോച്ചും ഉണ്ട്. യു ഒബ്വിയസ്ലി ബിലോങ് ടു ദ ലാറ്റർ എന്നാണ് എൻ്റെ ഒരു ഫീൽ. വെൽ, ഐ ഡോണ്ട് എക്സാക്ട്ലി സബ്സ്ക്രൈബ് ടു യുവർ ഡെഫിനിഷൻ. കാരണം ഒരു പടി മുകളിൽ കയറ്റാന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. കാരണം അത് ഇറ്റ്സ് കുറച്ച് കോണ്ടിസെൻറ്റിങ് അല്ലേ. എന്ന് വെച്ചാൽ അവരെന്തോ താഴെയാണ്, ഞാൻ മുകളിലാണ്, അവർ എന്നെ ഞാൻ വിശ്വസിക്കുന്ന തരത്തിലുള്ളൊരു സെൻസിബിലിറ്റിയിൽ അത് ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന കുറേ പേര് ഈ ലോകത്തുണ്ടെന്നുള്ള വിശ്വാസം, ഉത്തമ വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ കുറേ പേര് അതിൻ്റെ കൂടെ അണിചേർന്നിട്ടുണ്ട്, പലപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററുകളിൽ വലിയ വമ്പൻ വിജയമൊന്നും അല്ലെങ്കിലും എൻ്റെ ഓഡിയൻസ്, എൻ്റെ റെസ്പോൺസസ് കൂടിയിട്ടേ ഉള്ളൂ ഓവർ ടൈം. സോ ബട്ട് ഡെഫിനറ്റ്ലി ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു ദ
ബ്ലോക്ക് ദാറ്റ് സേസ് ദാറ്റ് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രേക്ഷകർ ഇങ്ങോട്ട് വന്നോളും. ഇഫ് യു ആർ ഓണസ്റ്റ്, ഇഫ് യു ആർ ഇഫക്റ്റീവ്, they will come to you. തുടങ്ങുന്നത് ടെലിഫിലിമും മറ്റ് ഇതിലൂടെ ഇപ്പം ഈ തിരിച്ച് സിനിമയിൽ വന്നു. അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇപ്പം വെബ് സീരീസ് എന്ന് പറയുന്ന ഇതിലേക്ക് പോകുന്നു. ആൾക്കാർ ആദ്യം നാടകം, ടെലിഫിലിം, അല്ലെന്നുണ്ടെങ്കിൽ സിനിമ കൊട്ടക, അത് കഴിഞ്ഞിട്ട് ഇപ്പം വെബ് സീരീസ് വരുന്നു. ഇപ്പോൾ ആൾക്കാർ മൊബൈലിലേക്ക് മാത്രമായി സിനിമ കാണുന്നു. ഈ ഒരു മാറ്റം അതെങ്ങനെയാണ്? അത് ഗുണമാണോ? അതെങ്ങനെയാണ് കാണുന്നത്? ആ ഗുണമായാലും ദോഷമായാലും ദാറ്റ്സ് ദ റിയാലിറ്റി. ഇപ്പോൾ വെബ് സീരീസ് ഫോർ ഇൻസ്റ്റൻസ് gives you a bigger platform to explore themes and characters and all that, which is great. I am myself working on a couple of ideas. അപ്പോൾ അത് തീർച്ചയായും ആ സാധ്യത ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ദൂരദർശൻ വെറും ഒരു ബോറിംഗ് ഗവൺമെൻറ് മീഡിയം ആയിരുന്ന സമയത്താണ് കുറച്ച് സ്റ്റോറീസും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ നമ്മൾ സാധിച്ചത്. സോ ഇറ്റ്സ് റിയലി അപ് ടു യു ഹൗ യു യൂസ് ഇറ്റ്. മോർ എക്സ്പീരിയൻസ് ആണ്. ടെലിവിഷൻ, ടെലിഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് OTT-യിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ബി മോർ. ഓ യാ ഐ എം ഇറ്റ്സ് ഒരു ഡിഫോൾട്ട് പൊസിഷനാണ് സ്മോൾ ഫ്രെയിമിന് വേണ്ടി ആലോചിക്കുക എന്നുള്ളത്. കോമ്പാക്റ്റ് ആയ ഒരു ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് മറ്റ് സിറ്റുവേഷനിൽ ഒരു ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ചെയ്യുക എന്നുള്ളതൊക്കെ ബൈ വെർച്യൂ ഓഫ് ബീയിങ് ഇൻ ഓർ ഗ്രൂമിങ് ഇൻ ടെലിവിഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഈ വെബ് സീരീസ് വരുന്നതും OTT വരുന്നതും എത്രത്തോളം സ്വാതന്ത്ര്യമോ നമുക്ക് തരുന്നു? നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വെബ് സീരീസ് ആക്ച്വലി ഹാവ് ഡെവലപ്പ് ദ സെൻസിബിലിറ്റി ഓവറോൾ ഓഫ് അവർ ജനറൽ ഓഡിയൻസ്. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ തുടങ്ങി, പലതരത്തിലുള്ള ക്യാരക്ടറൈസേഷൻസ്. സോ വിച്ച് ഈസ് ഫൈൻ. പഴയ പോലുള്ള വെറും ഒരു മെലോ ഡ്രാമകൾ മാത്രമൊന്നും ഇനി വിജയിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ സൂപ്പർ ഹീറോയുടെ ഗ്ലോറിഫിക്കേഷനുള്ള സിനിമകൾ മാത്രമൊക്കെ ഇനിയും വിജയിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഓഫ് കോഴ്സ് ബിഗ് സ്ക്രീൻ നീഡ്സ് ബിഗ് എക്സ്പീരിയൻസസ്, വിഷ്വലി ആൻഡ് ഓറലി. അത് കൊടുക്കുന്ന സിനിമകൾ അതിൽ വിജയം കാണും. മീഡിയത്തിൻ്റെ പോസിബിലിറ്റീസ് കുറേയും കൂടി എക്സ്പ്ലോർഡ് ആയി, കുറച്ചുകൂടി അത് പ്രൊനൗൺസ്ഡ് ആയിട്ടുണ്ട്.